ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധനം. ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമ്മൾ മീൻ ഓർഡർ ചെയ്തായിരുന്നു. നമ്മുടെ മലപ്പുറത്താണ് ഓർഡർ ചെയ്തത്. അപ്പം ഇന്ന് കൊറിയർ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് കൊറിയർ സാധനം വന്നായിരുന്നു. ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെയാണ്. പിന്നെ നമ്മുടെ പ്ലാറ്റിനം ഡംബോയറാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ചില്ലി റെഡ് മൊസൈക്കും നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അത് കണക്ക് ലെങ്ത് ഒന്നുമില്ല, ഒരു വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്താണ് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വന്നേക്കുന്ന 2 കൊറിയർ ബോക്സുകളാണ് ഈ 2 എണ്ണം. ഒന്ന് നമുക്ക് മലപ്പുറത്തെന്ന് പറഞ്ഞ കണക്ക് തന്നെ, ഒരെണ്ണം വന്നേക്കുന്ന അവിടെ മാവേലിക്കരയിൽ നിന്നാണ്. അപ്പോൾ 2 വന്നിട്ടുണ്ട്. ഇത് 2 നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം മാവേലിക്കരയിലെ നമ്മുടെ ചില്ലി റെഡ് മൊസൈക്കിൻ്റെ നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം നമുക്ക്. നല്ല സേഫിൽ തന്നെ അയച്ചേക്കുന്നത്. നല്ല മഴയായിരുന്നു. പോയെടുത്തപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല മഴയിലാണ് വണ്ടി പോയി എടുത്തുകൊണ്ടുവന്ന് കൊറിയർ. ഇത് വന്നത് പ്രൊഫഷണൽ കൊറിയറിലാണ് നമുക്കിപ്പോൾ സാധനം വന്നത്. വന്ന ഉടനെ തന്നെ അവർ നന്നായിട്ട് വിളിച്ചായിരുന്നു നമ്മളെ. അപ്പോൾ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തവരെ. നല്ല പേപ്പറൊക്കെ വെച്ച് നല്ല ക്വാളിറ്റി തന്നെ സേഫായിട്ട് തന്നെ അവർ സാധനം വിട്ടയക്കുന്നത്. അപ്പം വേണ്ടേ, ഇതാണ് നമ്മുടെ ചില്ലി റെഡ് മൊസൈക്കിൻ്റെ ജൂനിയർ സൈസ് ഫിഷാണിത്. ഫീമെയിലും മെയിലിന് ഓരോ പാക്കിലാക്കി ഇട്ടേക്കുകയാണ്. ജൂനിയർ സൈസ് നല്ല സാധനമാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഫിഷിന് യാതൊരുവിധ പ്രശ്നവും വന്നിട്ടില്ല. പാക്കിങ് നല്ല പക്കായിരുന്നു. ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്തൊന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ പ്ലാറ്റിനം ഡംബോയർ നമുക്ക് അത്യാവശ്യം നോക്കിയിരുന്ന് നമ്മുടെ പ്ലാറ്റിനം ഡംബോയറിൻ്റെ ജൂനിയർ സൈസ് ആയിട്ടുള്ള ഫിഷിനെയാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മലപ്പുറത്തുനിന്ന് വന്നത്. ഇത് നമുക്ക് ST കൊറിയർ ആയിരുന്നു. ഇത് ഏകദേശം വൈകിട്ട് അയച്ചു. പിറ്റേന്നായപ്പോൾ തന്നെ നമുക്ക് കൊറിയർ സാധനം വന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കിട്ടുകയും ചെയ്തു. സാധനം ചെന്നെടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്ത് തന്നേക്കുന്നത്. ലൈവ് ഫിഷൊക്കെ പാക്ക് ചെയ്യും, കെയർലെസ് ആയിട്ടൊക്കെ പാക്ക് ചെയ്യുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ മീൻ അപ്പോൾ ഒരു കുഴപ്പമില്ല. മീനിപ്പം നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് ഏകദേശം ഇതിപ്പം 3-ാമത്തെ ദിവസമാണ് നമ്മുടെ കൈ കിട്ടുന്നത്. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും മീനിന് നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട്. നമ്മുടെ പ്ലാറ്റിനം ഡംബോയറിൻ്റെ ജൂനിയർ സൈസായ ഫിഷസാണിത്. അപ്പം നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട്. ഒരു കുഴപ്പവും വന്നിട്ടില്ല. നമ്മളിപ്പം ഈ പാക്ക് കൊണ്ടുവന്നാൽ തന്നെയും ഇപ്പോൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്, തുടക്കക്കാർ. അപ്പം ഇപ്പോൾ എവിടെ നിന്നായാലും കൊറിയർ ഫിഷ് ഫാമിൽ നിന്ന് മേടിച്ചാലും എവിടെ നിന്നായാലും നമ്മൾ ഉടനെ കൊണ്ടുവന്നിപ്പോൾ വെള്ളത്തിലോട്ട് ഇടില്ല. നമ്മൾ 2-3 ദിവസം പിടിച്ചു വെച്ച വെള്ളത്തിൽ ഇതിപ്പോൾ ഞാൻ ഒരുപാട് നേരം വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇറക്കി വിടുന്നത്. ആദ്യം നമ്മൾ ആ പാക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവച്ച് അത് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ റബ്ബറൊക്കെ അഴിച്ചിട്ട് ജസ്റ്റ് ആ പാക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അങ്ങനെ കുറച്ച് നേരം വെക്കുക. ആ ടെമ്പറേച്ചറുമായിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രം ഫിഷസിനെ ഇറക്കി വിടുക. കാരണം 2-3 ദിവസമൊക്കെ ഫുഡ് കഴിക്കാതെയും അങ്ങനെയൊക്കെ വരുന്ന ഫിഷുകളാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം ഡംബോയറാണ് അത് കിടക്കുന്നത്. കവറിൽ കിടക്കുന്നത് നമ്മുടെ ചില്ലി റെഡ് മൊസൈക്കിൻ്റെ മെയിൽ. ഇത് 2 മെയിലാണ്. ഈ തൽക്കാലം ജസ്റ്റ് ഒരെണ്ണത്തിലൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. ഇത് കുറേ നേരം വെച്ചിട്ടാണ് അതിലിട്ടത്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരേ രീതിയിൽ സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുക. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പ്ലാറ്റിനം ഡംബോയറും നമ്മുടെ ചില്ലി റെഡ് മൊസൈക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.